പരിപാടി നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ബാബുക്കുട്ടന്റെ സാന്നിധ്യം ഈ പ്രദേശത്ത് ബാബുക്കുട്ടന്റെ സാന്നിധ്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന്റെ പ്രത്യേകത തന്നെയാണ്. ഈ ബാബുക്കുട്ടന്റെ സ്മരണകൾ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ CR മഹേഷിന്റെ സ്വീകരണ പരിപാടി ഈ കളീക്കൽ ജംഗ്ഷനിൽ നടക്കുന്നത്. സ്വീകരണ പരിപാടി ആരംഭിക്കുന്നു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, 62-ാം ബൂത്ത് നമ്പർ പ്രസിഡന്റ് ഗോപിനാഥപിള്ള, ബഹുമാനായ ശ്രീ ശശി തരൂർ MP-യും ശ്രീ CR മഹേഷും നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ബാബുക്കുട്ടന്റെ ആദരസൂചകമായി പുഷ്പാർച്ചന നടത്തുന്നു. ഇങ്ങോട്ട് വരാൻ പറ, ഇങ്ങോട്ട് വരാൻ പറ, ഇങ്ങോട്ട് വരാൻ പറ, ഇങ്ങോട്ട്. പോയിട്ട് കാര്യമില്ല സാർ. ഒരു മിനിറ്റ് എടുക്കുക. സാറിനെ പിടിച്ചിട്ട് മാറിക്കോ. ചേട്ടാ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, ബൂത്ത് പ്രസിഡന്റ് ഗോപിനാഥപിള്ള, യൂത്ത് കോൺഗ്രസിന് വേണ്ടി നമ്മുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന് വേണ്ടി ശ്രീജയ, പെൻഷനേഴ്സ് അസോസിയേഷന് വേണ്ടി മുരളീധരൻ പിള്ള, നിർമ്മാണ തൊഴിലാളി സഹദേവൻ, ഹുസൈൻ, ശ്രീജു കൊറ്റമ്പള്ളി, ഭദ്രൻ, KSU ശ്രീഫലവൻ, ഹരിഹരൻ, നന്ദിക, അതുൽ, നമ്മുടെ പ്രിയപ്പെട്ട ബാബുക്കുട്ടന് വേണ്ടി ബാബുക്കുട്ടന്റെ മകൾ ഐശ്വര്യ, ബാബുക്കുട്ടന് വേണ്ടി ഐശ്വര്യ, RSPക്ക് വേണ്ടി ഉണ്ണികൃഷ്ണപിള്ള, യൂത്ത് കോൺഗ്രസിന് വേണ്ടി അഖിൽ, പെയിന്റിംഗ് തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ണികൃഷ്ണപിള്ള, ബിജു, നമ്മുടെ പ്രിയപ്പെട്ട ബാബുക്കുട്ടന്റെ ജ്യേഷ്ഠൻ ചെല്ലപ്പൻ, നമ്മുടെ പ്രിയപ്പെട്ട ബാബുക്കുട്ടന്റെ ജ്യേഷ്ഠൻ ചെല്ലപ്പൻ, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ചന്ദ്രികാമ്മ, ഇനി സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാവുന്നതാണ്. സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, ഞാൻ എല്ലാവർക്കും അറിയാൻ ആവശ്യമില്ല, അറിയുമല്ലോ. ശ്രീ CR മഹേഷിനെ വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കാനാണ്. എനിക്കറിയാം നിങ്ങളുടെ സ്നേഹ സ്വീകരണം കാണുമ്പോൾ എന്റെ ഉപദേശത്തിന് നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ സേവനം 5 വർഷമായി കണ്ടു കഴിഞ്ഞു. എല്ലാ ദിനം നിങ്ങളുടെ ഓരോരോ അനുഭവത്തിൽ, നിങ്ങളുടെ ഓരോ ദുഃഖത്തിനും സുഖത്തിനും അദ്ദേഹം നിങ്ങളൊപ്പം നടന്നിട്ടുണ്ട്, നിങ്ങളൊപ്പം നിന്നിട്ടുണ്ട്. നിങ്ങളുടെ ശബ്ദം നിയമസഭയിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അതാണ് ഒരു നല്ലൊരു ജനപ്രതിനിധിയുടെ കടമ. അദ്ദേഹം അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അംഗീകാരം അദ്ദേഹം ആവശ്യപ്പെടാൻ വന്നിരിക്കുന്നു. എനിക്കൊരു സംശയമില്ല, നിങ്ങൾ സ്നേഹത്തോടെ അത് കൊടുക്കും. ഒരിക്കലും കൂടി ഞാൻ അഭ്യർത്ഥിക്കട്ടെ, ശ്രീ CR മഹേഷിന് കൈപ്പറ്റി അടയാളത്തിൽ കഴിഞ്ഞ തവണയും വലിയ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് ഈ അംഗീകാരം, ഈ സ്നേഹം, ഈ പ്രതിനിധിത്വം നിങ്ങൾക്ക് വീണ്ടും കിട്ടും. അതിൻ്റെ ഒപ്പം നമുക്ക് ഈ 10 വർഷക്കാലത്ത് ദുർഭരണം മാറ്റാനൊരു അവസരമാണ്. CPM സർക്കാരിനെ അവരെ ഇവിടുന്ന് തള്ളിയിട്ട്
നമ്മുടെ നാടിനെ എല്ലാവിധത്തും നാണക്കേടാക്കി കൊണ്ടുവന്ന ശബരിമല സ്വർണ്ണമല മുതൽക്ക് അവരെ ഓരോരോ അഴിമതിയും ഓരോരോ കഴിവില്ലായും കടം വാങ്ങി അവര് പാർട്ടി നടത്തുന്നതും ഇതെല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ മാറ്റി നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു UDF മുന്നണി വേണം. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് മനസ്സിലാക്കി ഇറങ്ങാൻ കഴിവുള്ള ഒരു UDF ഭരണം. CR മഹേഷിനെ പോലെ യുവ നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനസ്സിലുള്ള ജനപ്രതിനിധികളെ കൊണ്ടുവന്നിട്ട് നമ്മൾ കേരളത്തിന്റെ ഭാവിയെ മെച്ചമാക്കും. ഒരിക്കലും കൂടി ഞാൻ നിങ്ങളെ അഭ്യർത്ഥിക്കുന്നു, CR മഹേഷിനെ വിജയിപ്പിക്കുക. അതിന്റെ ഒപ്പം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവി മെച്ചപ്പെടുത്തുക. ഒരു പുതിയ കേരളത്തിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി CR മഹേഷിനെ കൈപ്പത്തി അടയാളത്തിൽ വിജയിപ്പിക്കൂ. നന്ദി, നമസ്കാരം. ജയ് UDF, ജയ് കോൺഗ്രസ്, ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നേതാവ് ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ഒരു തവണയെങ്കിലും കാണണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചിട്ടുള്ള പ്രിയങ്കരനായ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ ശശി തരൂർ MP സാന്നിധ്യം നമ്മളെയൊക്കെ സന്തോഷത്തിലാക്കുകയാണ്. അദ്ദേഹത്തെ ഈ ഗ്രാമത്തിലെ ഓരോരുത്തർക്കും വേണ്ടി ഈ പ്രദേശത്തേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വളരെ വൈകാരികമായിട്ടാണ് ഞാനും നിങ്ങളും ഇവിടെ നിൽക്കുന്നത്. നമ്മുടെയൊക്കെ പ്രിയങ്കരൻ ഇന്നലകളിൽ പോസ്റ്റർ ഒട്ടിച്ചും ചുവരെഴുതിയും മുദ്രാവാക്യം വിളിച്ചും കൊടികെട്ടിയും ഈ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ ബാബുക്കുട്ടൻ, കാലമെത്ര കഴിഞ്ഞാലും നമ്മൾ അതിവേഗം സഞ്ചരിച്ചാലും ശരി, ബാബുക്കുട്ടൻ എന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ്റെ ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ബാബുക്കുട്ടൻ മരണപ്പെട്ടത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ബാബുക്കുട്ടൻ്റെ മരണവാർത്ത അറിഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തെ ഒരു പ്രമാണിയോ ഒരു പഞ്ചായത്ത് മെമ്പറോ പോലും ആയിട്ടില്ല. പക്ഷെ ആ പാവപ്പെട്ടവൻ ഈ നാട്ടിൽ നിന്ന് വേർപെട്ടു പോയി എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ജനം ഒഴുകി ഈ പ്രദേശത്തേക്ക് എത്തുകയായിരുന്നു. അത്രയേറെ ഈ പ്രദേശത്തെ ആളുകൾക്ക് ബാബുക്കുട്ടനെ ഇഷ്ടമായിരുന്നു. എല്ലാ ഇടങ്ങളിലും ബാബുക്കുട്ടൻ ഉണ്ടായിരുന്നു. ബാബുക്കുട്ടൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനും നിങ്ങളും തമ്മിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടാക്കിയെടുത്ത ആഴത്തിലുള്ള ആത്മബന്ധത്തിന്റെ അടയാളമായി നിങ്ങൾ നൽകുന്ന ഈ സ്നേഹനിർഭരമായ സ്വീകരണം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിന്റെ നാൽക്കവലകളിലും നാട്ടുവഴികളിലും നാലാൾ കൂടുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നാളുകളിലും ഉണ്ടാകും. എൻ്റേത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമർപ്പിത ജീവിതമാണ്. ഒരു തവണ കൂടി കേരള നിയമസഭയിൽ ഒരു പ്രതിനിധിയാകുവാനുള്ള അവസരം വിനയപൂർവ്വം ചോദിച്ചുകൊണ്ട് എല്ലാവരും കൈപ്പത്തി അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമേ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മരിക്കുവോളം നിങ്ങൾ നൽകുന്ന ഈ സ്നേഹം മഹേഷിന്റെ മനസ്സിലുണ്ടാകും. മറക്കില്ല പ്രിയപ്പെട്ടവരെ. നന്ദി, നന്ദി, 1000 നന്ദി. ചേച്ചി നിങ്ങളാണ് വണ്ടി, ചേച്ചി വണ്ടി
ബൈക്കൊക്കെ വിട്ടുകൊടുക്കാം. വണ്ടി മുമ്പോട്ട് എടുക്കാൻ. വണ്ടി മുമ്പോട്ട് ഇടും. ഓക്കെ സാർ, താങ്ക് യു. വണ്ടി മുമ്പോട്ട് എടുക്കാൻ. വണ്ടി മുമ്പോട്ട് എടുക്കാൻ. വണ്ടി മുമ്പോട്ട് കുറച്ച്